നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 114 140. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 114. ഇന്ന് 12-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 12-ാം അധ്യായം. ശൗനകാവാച. 3 ശ്ലോകങ്ങൾ ഒന്നായിട്ട് വിരട്ടുക. ശൗനകാവാച. അശ്വത്ഥാംനോപസൃഷ്ടേന ബ്രഹ്മശീർഷ്ണോരു തേജസാം ഉത്തരായ ഹതോ ഗർഭ ഈശേന അജീവിത പുനഃ. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മന നിധനം ച യഥൈവാസീത് സ പ്രേത്യാഗതവാൻ യഥാ. തദ്ദിദം ശ്രോതുമിച്ഛാമി ഗതിതും യതി മന്യസേ ബ്രൂഹി ന ശ്രദ്ധദാനാനാം യസ്യ ജ്ഞാനം മദാശുക. 3 ശ്ലോകം ഒന്നുകൂടി പറയാം. അശ്വത്ഥാംനോപസൃഷ്ടേന ബ്രഹ്മശീർഷ്ണോരു തേജസാം ഉത്തരായ ഹതോ ഗർഭ ഈശേന അജീവിത പുനാം. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മന നിധനം ച യഥൈവാസീത് സ പ്രേത്യാഗതവാൻ യഥാ. തത് ഇദം ശ്രോതുമിച്ഛാമി ഗതിതും യതി മന്യസേ ബ്രൂഹി ന ശ്രദ്ധദാനാനാം യസ്യ ജ്ഞാനം മദാശുക. ഇതിൻ്റെ 3നും കൂടിയിട്ട് നമുക്ക് വാക്കാർത്ഥം പറയാം, ഭാവാർത്ഥം പറയാം. നോക്കാം. അശ്വത്ഥാമാവിനാൽ പ്രയോഗിക്കപ്പെട്ടതും മഹാശക്തിയോടുകൂടിയതുമായ ബ്രഹ്മാസ്ത്രത്താൽ ഉത്തരയുടെ ഗർഭം ഹനിക്കപ്പെട്ടു. പിന്നെ ഈശ്വരനാൽ ആജീവിക്കപ്പെട്ടു, പുനർജനിക്കപ്പെട്ടു. മഹാബുദ്ധിമാനും മഹാത്മാവുമായിരിക്കുന്ന അവൻ്റെ ഉൽപ്പത്തിയും ആരുടെ പിന്നെ നോക്കുക, പരീക്ഷത്തിൻ്റെ കാര്യം പറയുന്നുണ്ടാവുക. കാരണം ഞാൻ ബ്ലഫ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ആജീവിക്കപ്പെട്ടു. അപ്പോൾ മഹാബുദ്ധിമാനും മഹാത്മാവുമായിരിക്കുന്ന അവൻ്റെ ഉൽപ്പത്തിയും കർമ്മങ്ങളും മരണവും എങ്ങനെ ഭവിച്ചു. അതായത് പരീക്ഷത്തിൻ്റെ എന്നുള്ളത് ഉറപ്പിക്കാം. പ്രഷയിലെ ഭവിച്ചു. ഏതുവിധം ശരീരത്തെ ഉപേക്ഷിച്ചു. ഇതിനെ പറയണമെന്ന് ഇച്ഛിക്കുന്നു. അങ്ങ് പറഞ്ഞു തരണമെന്ന് ശൗനകൻ ആരോടാ പറഞ്ഞത്? സൂതനോട് ഇച്ഛിക്കുന്നു. വിചാരിക്കുന്നുവെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കേൾപ്പാനായിക്കൊണ്ട് പറയണമേ. യാതൊരുത്തന് അറിവിനെ ദാനം ചെയ്തു. അതാണ്. ഇനിയിപ്പോൾ അത് ഒരു എന്താണെന്നാ പറയുക, ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോഴേ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ശൗനകൻ പറഞ്ഞു. ഭാവാർത്ഥം പറയാം. രാജർഷിയായ പരീക്ഷത്തിൻ്റെ ജന്മകർമാദികളെ വിസ്തരിച്ചു പറയാം എന്ന് പ്രതിജ്ഞ ചെയ്ത ശേഷം ആ കഥ തുടങ്ങുവാനുള്ള ഉദ്ഘാതമായിട്ട്, അതായത് പ്രിയാമ്പിളായിട്ട് പാണ്ഡവന്മാരുടെ രാജപ്രാപ്തി മുതലായവയെ 7-ാം അധ്യായം മുതൽ ഇതുവരെ പറഞ്ഞു, 11-ാം അധ്യായം വരെ. ഇപ്പോൾ ശൗനകൻ സൂതനോട് പരീക്ഷത്തിൻ്റെ കഥയെ വിസ്തരിച്ച് പറവാൻ അപേക്ഷിക്കുന്നു. ഹേ സൂത, അശ്വത്ഥാമാവ് വിട്ടതും അതിപ്രഭയോടുകൂടിയതുമായ ബ്രഹ്മശിരസ് എന്നുകൂടി പേരുള്ള ബ്രഹ്മാസ്ത്രത്താൽ ഹനിക്കപ്പെട്ട ഉത്തരയുടെ ഗർഭം ഈശ്വരനായ ശ്രീകൃഷ്ണനാൽ വീണ്ടും ജീവിക്കപ്പെട്ടുവെന്ന് പറഞ്ഞുവല്ലോ.
മഹാബുദ്ധിമാനും മഹാത്മാവുമായ ആ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഉൽപ്പത്തി, കർമ്മങ്ങൾ, അദ്ദേഹം ഏതുവിധം ശരീരത്തെ ഉപേക്ഷിച്ചു, ശരീരനാശകാരണം എന്ത് എന്നീ സംഗതികളെ പറവാൻ വിരോധമില്ലെങ്കിൽ കേൾപ്പാൻ ആഗ്രഹിച്ച് ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ഞങ്ങളോട് പറയണം. അപ്പം അതിലൊക്കെ ഗുണപാഠങ്ങളാണ്. പറയാൻ നിർബന്ധിക്കരുത്. പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ തരക്കടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, മാത്രമല്ല ഞങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടോളാം എന്ന് നമ്മൾ അങ്ങോട്ട് പറയണം. അപ്പോൾ ഒരു യജ്ഞവേദിയിൽ PA സിസ്റ്റത്തിൽ ആചാര്യം പറയരുത്, പറയാനുള്ള ഇടവരുത്തരുത്. ഇവിടെ പ്രഭാഷണം അല്ലെങ്കിൽ പാരായണം ഒക്കെ നടക്കുന്ന സമയത്ത് സജ്ജനങ്ങൾ അശ്രദ്ധയോടുകൂടി ഇരിക്കണം, സംസാരിക്കരുത്, ശബ്ദകോലാഹലം ഉണ്ടാക്കരുതെന്ന് പറയിപ്പിക്കരുത് എന്നർത്ഥം. അത് പഠിക്കുമ്പോഴും അതെ ഇങ്ങനെയൊക്കെ തന്നെ വേണം. ആ രാജർഷിക്ക് ശുഖബ്രഹ്മർഷി അല്ലയോ ആത്മജ്ഞാനം ഉപദേശിച്ചത്? അത് കൊണ്ട് അദ്ദേഹം മഹാനാണെന്ന് ഞങ്ങൾ കരുതുന്നു. മഹച്ചരിതം ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് അഭിപ്രായം. അതായത് ഈ ശ്രോതാക്കൾ വക്താവിനോട് വിനയത്തോടു കൂടി പെരുമാറണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അടുത്തത് സൂതാവാചാം. സൂതൻ മറുപടി പറഞ്ഞു. 4ാമത്തെ ശ്ലോകം. അബീപലധർമ്മരാജ പിതൃവരഞ്ജയൻ പ്രജാ നിസ്പൃഹ സർവകാമേഭ്യ കൃഷ്ണപാദാനുസേവയാ. ആ അവസാനത്തെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. കൃഷ്ണപാദാനുസേവയ. ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളെ സേവ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. അബീപലധർമ്മരാജ അബീപലധർമ്മരാജ പിതൃവദ്രഞ്ജയൻ പ്രജാ നിസ്പൃഹ സർവകാമേഭ്യ കൃഷ്ണപാദാനുസേവയാം. അതിൻ്റെ വാക്കാർത്ഥം പറയാം. ശ്രീകൃഷ്ണൻ്റെ സുദൃഢമായ പാദസേവ കൊണ്ട്, ശ്രദ്ധിക്കണം, സുദൃഢമായ എന്നൊരു വാക്ക് വന്നു അതിൽ എന്ന് പറഞ്ഞാൽ എന്താ? സംശയിച്ചുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കരുത്, ദൃഢചിത്തന്മാരായിരിക്കണം. അപ്പോൾ സുദൃഢമായ പാദസേവ കൊണ്ട് സർവകാമങ്ങളിൽ നിന്നും ആഗ്രഹമില്ലാത്തവനായ, ഇതാണ് ഭാഗവതം. ഒന്നിലും ആഗ്രഹമില്ലാത്തവരെ ഭാഗവതം പഠിക്കണ്ടു. അപ്പോൾ പിന്നെ ഭാഗവതത്തിന് കാണാൻ പോണ ആൾക്കാർ ഇന്നന്ന പൂജ ചെയ്താൽ ഇന്നന്ന ഫലം എന്ന് പറയരുത് ആചാര്യന്മാർ, നോട്ടീസ് കമ്മിറ്റിക്കാരും. അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് പറയുക, പിന്നെ അന്തസത്ത നഷ്ടം വരുന്ന അർത്ഥം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയണു. ശ്രീകൃഷ്ണൻ്റെ സുദൃഢമായ പാദസേവ കൊണ്ട് സർവകാമങ്ങളിൽ നിന്നും ആഗ്രഹമില്ലാത്തവനായ ധർമ്മപുത്രൻ പ്രജകളെ പിതാവെന്ന പോലെ രഞ്ജിപ്പിച്ചുകൊണ്ട്, ഒപ്പം കൊണ്ട് സംയമനം ഭാവത്തോട് രഞ്ജിപ്പിച്ച് പരിപാലിച്ചു. അബീപലത് എന്ന് പറഞ്ഞാൽ പരിപാലിച്ചു. അപ്പോൾ സൂതൻ പറഞ്ഞതിൻ്റെ ഭാവാർത്ഥം പറയാം. ലൗകിക വിഷയങ്ങളിൽ ആഗ്രഹം ഇല്ലാത്തവനായിരിക്കണം ആര്? ആചാര്യനും രാജാവും ഒക്കെ. നിങ്ങളും കേൾക്കണവരും. കാരണം ലൗകിക വിഷയങ്ങളിൽ ആഗ്രഹം ഉണ്ടായാൽ ആധ്യാത്മികം നഷ്ടം വരും. ആധ്യാത്മികം ഉണ്ടായാലോ അർഹിച്ച ലൗകികം അനുഭവിക്കുകയും ചെയ്യാം. അപ്പോൾ ആഗ്രഹം ഇല്ലാത്തവനാണെങ്കിലും രാജാവായ ധർമ്മപുത്രർക്ക് ശ്രീകൃഷ്ണ പ്രസാദം കൊണ്ടാണ് ഇത്ര യോഗ്യനായ ഒരു പൗത്രൻ ജനിച്ചത് എന്ന് പറവാൻ വേണ്ടി ധർമ്മപുത്രർക്ക് ശ്രീകൃഷ്ണനുള്ള ഭക്തിവിശേഷത്തെ 3 ശ്ലോകം കൊണ്ട് സൂതൻ ചുരുക്കി പറയുന്നു. പിതാക്കന്മാർ മക്കളെന്ന പോലെ പ്രജകളെ സ്നേഹിച്ചുകൊണ്ടും ശ്രീകൃഷ്ണപാദ സേവയിൽ മാത്രമല്ലാതെ ലൗകിക സുഖഭോഗങ്ങളിൽ ആഗ്രഹം വയ്ക്കാതെയും, അപ്പോഴാണ് ഒരു യഥാർത്ഥ ഭക്തനുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെ ആഗ്രഹാഭിലാഷങ്ങൾ നിറവേറ്റാനുള്ള പൂജ ചെയ്യുക? അവിടെ തെറ്റുപറ്റി. ഞാൻ ആചാര്യസ്ഥാനത്തിൽ നിന്ന് വിഡ്രോ ചെയ്തത് ഈ ഒരൊറ്റ കണ്ടീഷൻ കാരണമാണ്. ഒന്നാമത് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു മനസ്സിലാക്കി, ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് എൻ അമേച്ചർ എന്ന് പറഞ്ഞെന്താ? ഒരിക്കലും നമ്മൾ ലൗകികത ഉദരംഭരത്തിന് വേണ്ടിയിട്ട് ഇതിനെ വിറ്റ് തിന്നരുത് എന്നർത്ഥം. ഇതിനേക്കാൾ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല.
അപ്പോൾ പിതാക്കന്മാർ മക്കളെ എന്ന പോലെ പ്രജകളെ സ്നേഹിച്ചുകൊണ്ടും ശ്രീകൃഷ്ണപാദസേവയിൽ മാത്രമല്ലാതെ ലൗകിക സുഖഭോഗങ്ങളിൽ ആഗ്രഹം വയ്ക്കാതെയും ധർമ്മപുത്രർ രാജ്യത്തെ പാലിച്ചു. പാദാബ്ജ സേവയ എന്ന് പാഠഭേദം. അനു എന്നുള്ളത് സേവയുടെ ധാർഢ്യം കാണിക്കുന്നു. അബ്ജം പാദത്തിൻ്റെ ശ്രേഷ്ഠത കാണിക്കുന്നു. താമര എന്നുള്ളത്. ഇനി രണ്ട് ശ്ലോകം ഒന്നായിട്ട് പോകും. ഏതൊക്കെ? 5ഉം 6ഉം. സമ്പദകൃതവോ ലോക മഹിഷി ഭ്രാതരോ മഹി ജംബൂദ്വീപാധിപത്യം ചായസശ്ചാത്രിദിവം ഗതം കിം തേ കാമാസുരസ്പാർഹ മുകുന്ദമനസോ ദ്വിജ അധിജഹ്രുർമുദം രാജ്ഞാ ക്ഷുധിതസ്യായധേതരാം. ഒന്നുകൂടി പറയാം. സമ്പദകൃതവോ ലോക മഹിഷി ഭ്രാതരോ മഹി ജംബൂദ്വീപാധിപത്യം ചായസശ്ചാത്രിദിവം ഗതം കിം തേ കാമാസുരസ്പാർഹ മുകുന്ദമനസോ ദ്വിജ അതിജഹ്രുർമുദം രാജ്ഞാ ക്ഷുധിതസ്യായധേതരേ. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ ബ്രാഹ്മണരെ ഐശ്വര്യങ്ങൾ, യാഗങ്ങൾ, ലോകങ്ങൾ, രാജ്ഞി, സഹോദരന്മാർ, ഭൂമി, ജംബൂദ്വീപത്തിൻ്റെ ആധിപത്യം, സ്വർഗത്തെ പ്രാപിച്ചിരിക്കുന്ന കീർത്തിയും ദേവന്മാർ കാക്ഷിക്കത്തക്കതായ ആ വിഷയങ്ങൾ മുകുന്ദനിൽ മനസ്സോടുകൂടിയ രാജാവിന്, വിശന്നിരിക്കുന്നവന് അന്യപദാർത്ഥങ്ങളെന്ന പോലെ സന്തോഷത്തെ ഉണ്ടാക്കി തീർത്തുവോ എന്ന് വെച്ചാൽ ചോദ്യം പ്രശ്നമായിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ വേർ ദി മോഡേൺ സയൻസ് എൻഡ്സ് ദർ സ്റ്റാർട്ട്സ് ദി സ്പിരിച്വാലിറ്റി എന്നാണ് ആപ്തവാക്യം. വേർ ദി മോഡേൺ സയൻസ് എൻഡ്സ്. മോഡേൺ സയൻസ് എന്നാണ് പറഞ്ഞത്, ഓൾഡ് സയൻസ് എന്ന് പറഞ്ഞില്ല. ഓൾഡ് സയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നർത്ഥമുള്ളൂ. ഇത് ശാസ്ത്രഗ്രന്ഥമാണ്. അപ്പോൾ ശാസ്ത്രഗ്രന്ഥം ലൗകിക ദൃഷ്ടിയ വിഷ്വലൈസ് ചെയ്യാൻ പാടില്ല. ഇതിന് ആധ്യാത്മിക പ്രതലത്തിൽ ഇതിനെ കാണാൻ പാടുള്ളൂ. എന്തോട്ടെ. അപ്പോൾ പറയണു, ഹേ ശൗനകാദി ബ്രാഹ്മണശ്രേഷ്ഠരെ, സൂതനാണല്ലോ പറയുന്നത്, മുകുന്ദനിൽ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ആ യുധിഷ്ഠിര മഹാരാജാവിന് ദേവന്മാർ കൂടെ ആഗ്രഹിക്കത്തക്ക യോഗ്യതയുള്ള ഐശ്വര്യങ്ങൾ, യാഗങ്ങൾ ചെയ്തതുകൊണ്ട് സിദ്ധിക്കാവുന്ന സ്വർഗാദി ലോകങ്ങൾ, പാഞ്ചാലിയായ പട്ടമഹിഷി, ഭീമസേനാദി സഹോദരന്മാർ, ജംബൂദ്വീപൻ അധിപതിയായിരിക്കുന്നതായ വലിയ പദവി, സ്വർഗപര്യന്തം വ്യാപിച്ചിരിക്കുന്ന കീർത്തി എന്നിവയിൽ വിശന്നു ദുഃഖിക്കുന്നവന് അന്നത്തിൽ മാത്രമല്ലാതെ മാലാചന്ദനം, സ്ത്രീ മുതലായ വിഷയങ്ങളിൽ സ്നേഹം ജനിക്കാത്തതുപോലെ സ്നേഹം ജനിച്ചില്ല. ഈ പ്രയോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. അതായത് ഒരു ഉദാഹരണം പറയും. എന്താ? വിശന്ന് വരഞ്ഞവന് ചന്ദനലേപനം വേണമെന്ന് തോന്നില്ല, സ്ത്രീസുഖം വേണമെന്ന് തോന്നില്ല, മറ്റ് ഐശ്വര്യങ്ങൾ വേണമെന്ന് തോന്നില്ല, വിശപ്പ് മാറണമെന്ന് മാത്രമേ തോന്നുള്ളൂ. അതേപോലെ ആധ്യാത്മിക ദൃഷ്ടിയിൽ പുരുഷാർത്ഥപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കാതെ കണ്ട് ലൗകിക ശരീരമാണ് ആത്മാവെന്ന് തെറ്റിദ്ധരിക്കുക, മായയിൽ കുടുങ്ങിയാൽ പിന്നെ പുനരഭിജനനം, പുനരഭിമരണം എന്നുള്ള കാലചക്രപ്രവാഹത്തിൽപ്പെട്ട് അലയാന്നല്ലാതെ കൊണ്ട് രക്ഷയില്ല. അതുകൊണ്ടാണ് അത്രയൊക്കെ പറഞ്ഞത്. അപ്പോൾ വിശന്ന് ദുഃഖിക്കുന്നവന് അന്നത്തിൽ മാത്രമല്ലാതെ വേറൊന്നിലും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ മാല, ചന്ദനം, സ്ത്രീ മുതലായ വിഷയങ്ങളിൽ സ്നേഹം ജനിക്കാത്തതുപോലെ സ്നേഹം ജനിച്ചില്ല. ശ്രീ മുകുന്ദപാദപത്മത്തിൽ മാത്രം ആദരവും മറ്റു വിഷയങ്ങളിൽ വെറുപ്പും ഉണ്ടായി എന്ന് സാരം. പ്രവേശയോ പാതാരവിന്ദത്തിൽ ആസക്തി ഉണ്ടാവാം, മറ്റുള്ളവർ ആസക്തി ഉണ്ടാവരുത്.
ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് കേൾക്കണോ വേണ്ടയോ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ശ്രീ മുകുന്ദപാദപത്മത്തിൽ മാത്രം ആദരവും മറ്റു വിഷയങ്ങളിൽ വെറുപ്പും ഉണ്ടായി എന്ന് സാരം. മുകുന്ദ സേവയിൽ നിന്നുണ്ടാകുന്ന ശുദ്ധമായ നിത്യാനന്ദം. ഈശ്വര സേവയിൽ എന്താ ഉണ്ടാവുക? ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം, നിത്യം ആനന്ദം ഇരിക്കാം. ഇപ്പോൾ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാങ് ഓവർ കഴിയണവരെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. വിവസ്ത്രനായാലും അറിയില്ല, അച്ഛനമ്മയെ കണ്ടാലും അറിയില്ല. അങ്ങനൊരു ജീവിതം വേണോ? നിത്യാനന്ദം അനുഭവിക്കുന്ന ഈശ്വരീയ മാർഗങ്ങളിലുള്ള സഞ്ചാരം വേണോ എന്നുള്ളത് ശ്രോതാക്കളാണ് ധരിക്കേണ്ടത്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടായി വിചാരിക്കുക. ഈശ്വര സേവ കൊണ്ട് ഈശ്വരാധീനം ഉണ്ടായാൽ അവന് ബാക്കിയുള്ളതൊക്കെ കിട്ടും, ഇൻക്ലൂഡിങ് ഈ പറയുന്ന സ്ത്രീസുഖം ഒക്കെ കിട്ടും. കാരണം എന്താ? ഭുക്തിയും മുക്തിയും തരാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ. ഭുക്തി ചോദിച്ചാൽ ഭുക്തി മാത്രമേ കിട്ടുള്ളൂ, മുക്തി തരില്ല. മോക്ഷത്തിന് വേണ്ടി പ്രയത്നിച്ചാൽ ഭുക്തിയും കിട്ടും, പക്ഷേ ഭുക്തിയോട് താല്പര്യം തോന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ എന്തിനാണ് വിവാഹം കഴിക്കണമെന്ന് ചോദിച്ചാൽ വെറുതെ സെക്സിന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് എനിക്ക് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം ആൾക്കാരുടെ മനസ്സിരിപ്പ് മുഴുവൻ അതാണ്. കുട്ടി വെളുത്തിരിക്കണം, തടിച്ചിരിക്കണം, സമ്പത്ത് വേണം, നല്ല പാക്കേജ് ഉണ്ടാവണം. വാട്ട് ഇറ്റ് മീൻസ് ഐ ഡോണ്ട് നോ. അവരുടെ അടിമയായിട്ടിരിക്കണോ, പുരുഷന് ഒതുങ്ങിയിരിക്കണോ? പ്രശ്നം ഉണ്ടാവും. പുരുഷന് ഒതുങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരുഷനല്ല, ആത്മാവന് ഒതുങ്ങിയിരിക്കണോ, പരമ്പൊരുളന് ഒതുങ്ങിയിരിക്കണോ? അതൊക്കെ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ക്ഷണിക ക്ഷുദ്ര വിഷയാനുഭവത്തിൽ മനസ്സ് ചെല്ലാൻ പാടില്ല എന്നാണ്. ലൗകികമായിട്ട് എന്തുണ്ടെങ്കിലും ചൂതുകളി, നാടകലി, ലോട്ടറി അടിക്കൽ ഒക്കെ ക്ഷണിക ക്ഷുദ്ര വിഷയാനുഭവങ്ങളാണ്. മനസ്സിലായില്ലേ? മനസ്സ് ചെല്ലുകയെന്നല്ല. പിന്നെ അത് സുഖിപ്പിക്കുന്നത് എങ്ങനെ? പിന്നെ എങ്ങനെയാണ് ഈ ക്ഷണിക ക്ഷുദ്ര അനുഭവങ്ങൾ സുഖിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. അത് നിത്യാനന്ദ വിരോധി എന്ന് കാണുകയാൽ വെറുക്കുക തന്നെ ചെയ്തുവെന്ന അഭിപ്രായം. നിത്യാനന്ദത്തിന് എതിരാണ് ലൗകികത. ഇനി 3 ശ്ലോകങ്ങൾ 7, 8, 9 ഒന്നായിട്ട് പോകും. അതെങ്ങനെയൊക്കെയാണ്? അതിൽ 9ാമത്തെ ശ്ലോകത്തിന് 3 വരെയുണ്ട്. ഇനി ശ്രദ്ധിക്കാം. മാതുർഗർഭഗതോ വീര സതതാ ഭൃഗനന്ദന ദദർശ പുരുഷം കശ്ചിൽ ദഹ്യമാനോ അസ്ത്രതേജസാ അങ്കുഷ്ടമാത്രം അമലം സ്ഫുരൽ പുരടമൗലിനം അഭീച്യ ദർശനം ശ്യാമം തടിദ്വാസമച്യുതം ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ചനകുണ്ടലം ക്ഷതജാക്ഷം ഗദാപാണിം ആത്മന സർവതോദിശം പരിഭ്രമന്തമുൽക്കാഭാം ഭ്രാമയന്തം ഗദാമുഹു. മാധുർഗർഭഗതോ വീരാ സതതാ ഭൃഗുനന്ദനാം ദദർശ പുരുഷം കശ്ചിത് ദഹ്യമാനോ അസ്ത്രതേജസ. എങ്ങനെ വായിച്ചത് ശ്രദ്ധിക്കുക. കശ്ചിത് ദഹ്യമാന, മുറിച്ച് വായിച്ചോടെ. കശ്ചിത് ദഹ്യമാന അസ്ത്രതേജസ അങ്കുഷ്ടമാത്രം അമലം സ്ഫുരൽ പുരടമൗലിനം അവീച്യദ്യർശനം ശ്യാമം തടിദ്വാസാസമച്യുതം ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ചനകുണ്ടലം ക്ഷതജാക്ഷം ഗദാപാണിം ആത്മന സർവതോദിശം പരിഭ്രമന്തമുൽഗാഭാം ഭ്രാമയന്തം ഗദാമുഹു. അപ്പോൾ അതിൻ്റെ പിന്നെ വാക്കാർത്ഥം പറയാം. ശൂരനായ അവൻ, ആരെ? പരീക്ഷിത്ത്, മാതാവിൻ്റെ ഗർഭത്തെ പ്രാപിച്ചവനായിട്ട് ഹേ ശൗനക, അസ്ത്രത്തിൻ്റെ തേജസ്സിനാൽ ദഹിക്കപ്പെട്ട
പെടുന്നവനായിട്ട് അങ്കുഷ്ടത്തോളം മാത്രം വലിപ്പമുള്ളവനും നിർമ്മല ശോഭയുള്ളവനും പ്രകാശിക്കുന്ന സ്വർണ്ണകിരീടമുള്ളവനും മനോഹരമായ സ്വരൂപത്തോടു കൂടിയവനും നീലനിറമുള്ളവനും മിന്നൽ പോലെയുള്ള വസ്ത്രം ധരിച്ചവനും വികാരമില്ലാത്തവനും. അച്യുതം എന്നുള്ളതിന് ഒരർത്ഥമുണ്ട്, വികാരമില്ലാത്തവൻ, വിചാരം കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവൻ. അപ്പോൾ അച്യുതം എന്ന് പറഞ്ഞാൽ ച്യുതിരഹിതം എന്നാണ് അതിൻ്റെ പിന്നെന്താണ് പറയുക ബേസ്. ഇവിടെ അതിന് വികാരമില്ലാത്തവൻ. അപ്പം നമ്മൾ മാർത്തടിച്ച് നിലവിളിച്ചാലൊന്നും കൃഷ്ണൻ അനുഗ്രഹിക്കില്ല. കൃഷ്ണൻ്റെ പാദകമലത്തെ ആശ്രയിക്കണമെന്ന് കൃഷ്ണന് തോന്നണം. അപ്പോഴാണ് നമ്മൾ ഭക്തനാവുള്ളൂ. ഞാൻ ഭക്തദാസനാണെന്ന് ഞാൻ പറഞ്ഞ കാര്യമില്ല. എൻ്റെ പ്രവൃത്തി ഞാൻ നിർവൃതി അടയുന്നുണ്ടോ എനിക്ക് മനസ്സിലാവും ഞാൻ ഭക്തനാണ്. അപ്പോൾ വികാരമില്ലാത്തവനും ശ്രീമത്തുക്കളും ദീർഘങ്ങളുമായ 4 കൈകളുള്ളവൻ. ഈ 4 കൈകൾ ശംഖചക്ര ഗദ പത്മം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ ചതുർവിധ പുരുഷാർത്ഥത്തെ ഒരേ സമയത്ത് കൊടുക്കാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ. ഭഗവാനോട് എന്ത് ചോദിച്ചു അത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒന്നും ചോദിക്കാതെ കണ്ടിരുന്നാലോ ഭഗവാൻ എല്ലാം തരും ചെയ്യും. ഇപ്പോൾ കുചേലൻ ചോദിച്ചു ഭഗവാനോട്, ഇല്ല, പറഞ്ഞ വിഷയം. അപ്പോൾ ഭാഗവതം പഠിച്ചാൽ പോരാ. അപ്പോൾ എന്തുകൊണ്ടാണ് ഭാഗവത സപ്താഹങ്ങൾ കഴിഞ്ഞിട്ടും അതേ ആൾക്കാർ തന്നെ ലോട്ടറി കിട്ടണം, സമ്പത്ത് വർദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കുചേല ഗതിക്ക് അവല് വയ്ക്കണത്? അവരാരും ഇത് വായിച്ചിട്ടില്ല. ഇത് വായിച്ചിട്ടുള്ളവർ വയ്ക്കില്ല. ഞാൻ അത്യാവശ്യം സപ്താഹം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരാളോട് വിളിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ അതുകൊണ്ട് തെറ്റിയിട്ടുണ്ട് പല സ്ഥലത്തും. കടന്നു വരൂ ലോട്ടറി, ഇന്നത്തെ ലോട്ടറി എന്ന് പറയാൻ ആചാര്യനെ എക്സ്പെക്റ്റ് ചെയ്യരുതെന്ന് ഒരു വലിയ ക്ഷേത്രത്തിൽ പോയിട്ട് എനിക്ക് പറയേണ്ടി വന്നു. ആദ്യം തന്നെ തെറ്റി സെക്രട്ടറി ആയിട്ട്. പിന്നെ എനിക്ക് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ശ്രീകൃഷ്ണ അഷ്ടോത്തര നാമം ചൊല്ലി അർത്ഥം പറയേണ്ടി വന്നു. അപ്പം ഞാൻ ശരിക്കും പിടിച്ചു, വാട്ടി പിടിച്ചു. അതിനെ വാട്ടി അർത്ഥം അത് പറഞ്ഞിട്ട് അപ്പം അവർക്ക് സംഗതി മനസ്സിലായി. അപ്പോൾ ക്ഷമിക്കണം എന്നൊക്കെ ആയി. അപ്പം എന്താ, പലവർക്കും കയ്യിൽ വിദ്യ ഇല്ലാതെ കണ്ടാവുമ്പോഴാണ് അവിദ്യേനെ സ്വീകരിക്കുന്നത്. വിദ്യ ഉള്ളപ്പോൾ എന്തിനാ വിദ്യ? ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? നമ്മുടെ ഉദ്ദേശം എന്താ? ധർമാർത്ഥ കാമ മോക്ഷം നേടുക എന്നുള്ളതാണ്. അതിന് പ്രേരിപ്പിക്കുക എന്നാണ്. അത് കമ്മിറ്റിക്കാർക്കും അറിയില്ല. കമ്മിറ്റിക്കാർക്കും എന്താണെന്നാ പറയുക, കോർപ്പസ് ഫണ്ട് വേണമെന്ന് മാത്രമേ അറിയുള്ളൂ. നടത്തിക്കുന്നവർക്കും അതെ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറയണു, ദീർഘങ്ങളുമായ 4 കൈകളുള്ളവനും പിന്നെ തപിപ്പിച്ച സ്വർണം പോലെ പ്രകാശിക്കുന്ന കർണാഭരണങ്ങളുള്ളവനും രക്തം പോലെ ചുവന്ന കണ്ണുകളോട് കൂടിയവനും കയ്യിൽ ഗദയുള്ളവനും തൻ്റെ ചുറ്റും തീക്കൊള്ളിക്കു സദൃശമായ ഗദയെ വീണ്ടും വീണ്ടും ചുഴറ്റുന്നവനും ചുറ്റും സഞ്ചരിക്കുന്നവനുമായ ഒരു പുരുഷനെ കണ്ടു. എവിടെ കണ്ടു? ഉത്തരയുടെ ഗർഭത്തിൽ പരീക്ഷിത്തായി വളരാൻ പോകുന്ന കുട്ടി കണ്ടു എന്നാണ് പറഞ്ഞതേ. അപ്പോൾ പരീക്ഷിത്ത് മാതൃഗർഭത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ചൈതന്യം കണ്ടുകൂടെ? ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഹേ ഭൃഗുകുലത്തെ ആനന്ദിപ്പിക്കുന്ന ശൗനകമുനെ, ഭൃഗുകുലത്തെ ആനന്ദിപ്പിക്കുന്ന ശൗനകമുനെ, മാതൃഗർഭത്തിലിരിക്കുന്നവനും അസ്ത്രതേജസ്സിനാൽ ദഹിപ്പിക്കപ്പെടുന്നവനും വീരനുമായ ആ പരീക്ഷിത്ത്, പെരുവിരൽ പ്രമാണമായുള്ളവനും. ആരെ? ഈ മഹാവിഷ്ണുവിൻ്റെ രൂപം പെരുവിരൽ. കാരണം ഗർഭാശയത്തിലല്ലേ കാണുന്നത്.
നിർമ്മലനും പ്രകാശിക്കുന്ന സ്വർണ്ണകിരീടം ധരിച്ചവനും സുന്ദരരൂപനും ശ്യാമളവർണ്ണനും മിന്നൽ പോലെ മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിച്ചവനും നിർവികാരനും ഭംഗിയുള്ള 4 കൈകളുള്ളവനും ഉരുക്കി ശുദ്ധമായ തങ്കത്താൽ ഉണ്ടാക്കിയ കുണ്ഡലം ധരിച്ചവനും രക്തം പോലെ ചുവന്ന നിറമുള്ള കണ്ണുകളോടുകൂടിയവനും ഗദയെ ധരിച്ചവനും തീ പോലെ പ്രകാശിക്കുന്ന ആ ഗദയെ 4 ഭാഗത്തും വീശിക്കൊണ്ട്, എന്തിനാണ് വീശുന്നത് അവിടെ? അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മ അസ്ത്രത്തെ നിർവീര്യപ്പെടുത്തുക. തൻ്റെ ചുറ്റും സഞ്ചരിക്കുന്നവനുമായ ഒരു പുരുഷനെ കണ്ടു. അത് വിഷ്ണുവാണെന്ന് ആർക്കറിയില്ല? പരീക്ഷത്തിന് അറിയില്ല. 10ാമത്തെ ശ്ലോകം പറയണു: അസ്ത്രതേജ സ്വഗതയാ നീഹാരം ഇവ ഗോപതി വിധം മന്ദം സന്നികർഷേ പരീക്ഷേ പരീക്ഷതക ഇത്യസോ. അസ്ത്രതേജ സ്വഗതയാ നീഹാരം ഇവ ഗോപതി വിധം അന്തം സന്നികർഷേ പരീക്ഷതക ഇത്യസോ. തൻ്റെ ഗത കൊണ്ട് അസ്ത്രതേജസ്സിൻ്റെ തേജസ്സിനെ സൂര്യൻ മഞ്ഞിനെ എന്ന പോലെ നശിപ്പിക്കുന്നവനെ വിധമന്തം സന്നികർഷേ സമീപത്തിൽ കണ്ടിട്ട് ഇവൻ ആരെന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു പുരുഷന് ആദ്യം പറഞ്ഞു, പിന്നെ ആരാണ് എന്ന് സൂക്ഷിച്ചു നോക്കി. അതിൻ്റെ ഭാവാർത്ഥം: സൂര്യൻ തൻ്റെ കാന്തിയാൽ മഞ്ഞിനെ എന്ന പോലെ ഗദയുടെ പ്രഭയാൽ അസ്ത്രകാന്തിയെ നശിപ്പിച്ചുകൊണ്ട് സമീപത്തിൽ സഞ്ചരിക്കുന്ന ആ പുരുഷൻ ആരാകുന്നുവെന്ന് ആലോചിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. അടുത്ത ശ്ലോകം 11: വിധൂയ തദം ഏയാത്മാ തദം ഏയാത്മാ തത് അമേയാത്മാ എന്നാട്ടോ. വിധൂയ തത് അമേയാത്മാ ഭഗവാൻ ധർമ്മഗു വിഭു മിഷതോ ദശമാസ്യസ്യ തത്രൈവാന്തർധിതേ ഹരി. വിധൂയ തത് അമേയാത്മാ ഭഗവാൻ ധർമ്മഗു വിഭു മിഷതോ ദശമാസ്യസ്യ തത്രൈവാന്തർധതേ ഹരി. അതിൻ്റെ വാക്കാർത്ഥം പറയുകയാണെങ്കിൽ സർവഗുണസമ്പൂർണനും ഭഗവാൻ ആരാ? സർവഗുണസമ്പൂർണനും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നവരൊക്കെ സർവഗുണസമ്പൂർണന്മാരാണോ? നമ്മൾ പല ആൾക്കാരുടെയും പേരിൻ്റെ മുന്നേ വെക്കുന്നുണ്ട് ഭഗവാൻ. ശരിയാണോ അത്? സോറി, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ല. അപ്പോൾ സർവഗുണസമ്പൂർണനും പരിച്ഛേദിപ്പാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവനും ധർമ്മത്തെ പരിപാലിക്കുന്നവനും പ്രഭുവുമായ ശ്രീകൃഷ്ണൻ അതിനെ നശിപ്പിച്ചിട്ട്, ഏതിനെ? ബ്രഹ്മാസ്ത്ര തേജസ്സിനെ നശിപ്പിച്ചിട്ട് 10 മാസം പ്രായം ചെന്നവൻ നോക്കിക്കൊണ്ടിരിക്കെ അവിടെ തന്നെ അന്തർധാനം ചെയ്തു, മറിഞ്ഞു. അതിന് ഭാവാർത്ഥം പറയാം: ഊഹിപ്പാൻ കഴിയാത്ത മഹിമയുള്ളവനും ഐശ്വര്യാദി ഗുണങ്ങൾ തികഞ്ഞവനും, അതാണ് ഭഗവാൻ എന്നുള്ളത്. അപ്പോൾ 10 ആൾ ചേർന്നിട്ടൊരാളെ ഭഗവാൻ എന്ന് വിളിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണം. ധർമ്മത്തെ രക്ഷിക്കുന്നവനും എങ്ങും വ്യാപിച്ചിരിക്കുന്നവനുമായ ശ്രീഹരി ആ അസ്ത്രതേജസ്സിനെ നശിപ്പിച്ച ശേഷം 10 മാസം തികഞ്ഞ ആ ശിശു നോക്കിക്കൊണ്ടിരിക്കെ ആ ഗർഭത്തിൽ തന്നെ മറഞ്ഞു. അതായത് അപ്രത്യക്ഷനായി. 10 മാസമേ പ്രായമായിട്ടുള്ളൂ. ഇനി 10 ദിവസം കൂടി കഴിയണം പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ. അതും ഗർഭാന്തർഭാഗത്ത്. എന്നാലും ആലോചനയും അറിവും ഉണ്ടായിരുന്നുവെന്ന് കാണിച്ചതിനാൽ അസാധാരണ പുരുഷനാണ് പരീക്ഷത്ത് എന്ന് നമ്മൾ ധരിക്കണം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹ ആശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.